എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഞാനിന്നൊരു കാർട്ടൂൺ വരയ്ക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു നല്ല ഐഡിയ ഇല്ലാതെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കാണാനിടയായി. ഒരു ചെറിയ വാർത്തയാണ്, മുന്നത്തെ പത്രത്തിലെ വാർത്ത. മുഖ്യമന്ത്രി ഇന്ന് സിംഗപ്പൂർ ഇരുന്നു കൊണ്ട് ഓൺലൈനായിട്ടാണ് അദ്ദേഹം ഇന്ന് മന്ത്രിസഭാ യോഗം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കരുതലിനെ നമ്മൾ ആദരിക്കണം. എന്നുവെച്ചാൽ ഒരു കുത്തക മുതലാളിത്ത രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ബൂർഷ രാജ്യത്ത് പോയിരുന്നിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ ഭരണചക്രം പാടുപെട്ട് തിരിക്കുകയാണ് അദ്ദേഹം. ഇവിടുന്ന് ഭരണചക്രം തിരിച്ച് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് അവശനായിട്ട് വിദേശത്ത് വിശ്രമിക്കാൻ പോയിട്ട് അവിടുന്ന് വിശ്രമത്തിൻ്റെ ഇടയിലും നമ്മുടെ ഭാവിയെ കരുതി നമ്മുടെ കേരളം കുത്തുവാള എടുക്കരുതല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ഭരണചക്രം കഷ്ടപ്പെട്ട് തിരിക്കുകയാണ് ഈ ബൂർഷ രാജ്യത്തിരുന്ന്. ആ ഒരു കരുതൽ നമ്മൾ എങ്ങനെ കാണാതിരിക്കും? അപ്പം അതേപ്പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. നമുക്കറിയാം, നേരെ നോക്കി മുഖ്യമന്ത്രിയുടെ ഈ മന്ത്രിസഭാ യോഗം എന്നൊക്കെ പറയുന്നെങ്കിലും മന്ത്രിസഭയുടെ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒക്കെ എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള ഗഡ്സ് ഉള്ള മന്ത്രിമാർ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് നമ്മൾ കാണിക്കുന്നത് ഓൺലൈൻ വഴി മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംഭവമാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഓൺലൈൻ വഴി മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു മന്ത്രിയാണത്. മന്ത്രിയുടെ രൂപമൊന്നും വരച്ചിട്ടില്ല, ഒരു മന്ത്രി എന്ന് മാത്രമേ ഉള്ളൂ. മന്ത്രിയുടെ രൂപത്തിനിവിടെ പ്രസക്തിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബേജാറ് ആ മുഖത്ത് തന്നെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അവിടെ നിൽക്കുന്ന രണ്ട് ഓഫീസ് സ്റ്റാഫ് സംസാരിക്കുന്നതാണ് ഡയലോഗായിട്ട് വരുന്നത്. പാവം വിശ്രമിക്കാനായി ബൂർഷ രാജ്യത്ത് പോയിട്ടും അവിടെ ഇരുന്ന് ഭരണചക്രം തിരിക്കുക എന്ന് പറയുകയാണ് ആ ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫാണ് അവർ. മന്ത്രി പേടിച്ച് അരണ്ട് ഈ മറ്റേ ലാപ്ടോപ്പിന് മുന്നിലിരിക്കുകയാണ്. ഓൺലൈൻ മന്ത്രിസഭാ യോഗം നടത്തുകയാണ്. അപ്പം നേരിട്ട് കണ്ട ഭയങ്കര പേടിച്ച് തൂറുകയാണ് ഇവർ. പക്ഷേ ഇതിനകത്ത് ഓൺലൈനുമായിട്ടും കണ്ടിട്ട് പുള്ളി പഞ്ചപുച്ഛം അടക്കി ഒരു കൈ കൊണ്ട് വായൊക്കെ പൊത്തിപ്പിടിച്ച് പേടിച്ച് അരണ്ടിരിക്കുകയാണ് ഈ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ. ഓൺലൈൻ വഴി മന്ത്രിസഭ യോഗം നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ പരിഭ്രമമാണ് അവിടെ കാണുന്നത്. ഒരു കൈ കൊണ്ട് പൊത്തി പിടിച്ചിരിക്കുകയാണ്. അതായത് മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞാൽ പിണറായി പറയുന്നത് കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇവിടെ കേരളത്തിലെ മന്ത്രിമാർക്കില്ല. അപ്പോൾ അദ്ദേഹം വായിൽ ഒരു കൈ കൊണ്ട് പൊത്തി പിടിച്ചിരിക്കുകയാണ്.
അത് മറ്റേ മുഖ്യമന്ത്രി ഭരണചക്രം തിരിക്കുകയാണ്. മറ്റേ സിംഗപ്പൂരിലിരുന്ന് ഭരണചക്രം തിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഭരണചക്രം തിരിച്ച് ഇവിടുന്ന് ഭരണചക്രം തിരിച്ച് ക്ഷീണിച്ചാണ്, അവശനായിട്ടാണ് അങ്ങോട്ട് വിശ്രമിക്കാൻ പോയത്. പക്ഷേ അവിടെ ഇരുന്നിട്ടും പുള്ളി നമ്മുടെ കഷ്ടപ്പാടോർത്ത് മറ്റേ ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കാണിക്കുന്നത്. ആ മറ്റേ ലാപ്ടോപ്പിൽ കാണുന്നത് ഓൺലൈൻ വഴി പുള്ളി ഭരണചക്രം തിരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷൻ തൽക്കാലം വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.